ഹായ്. അവധി ദിവസങ്ങളിൽ ഫാമിലിയോടൊത്തും കൂട്ടുകാരോടൊത്തൊക്കെ ഒന്ന് കക്കാടംപൊയിൽ കറങ്ങി കണ്ട് ആസ്വദിച്ച് ഒരു ദിവസം അവിടെ തങ്ങി ഒന്ന് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കക്കാടംപൊയിലിനടുത്ത് നായാടംപൊയിലുള്ള മിസ്റ്റി ബേ എന്ന പേരിൽ ഉള്ള ഒരു റിസോർട്ടിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. കക്കാടംപൊയിലിൽ 4 കിലോമീറ്റർ അകലെ നായാടംപൊയിൽ വ്യൂ പോയിന്റിലേക്കുള്ള റോഡിലാണ് ഈ ഒരു മിസ്റ്റി ബേ എന്ന പേരിലുള്ള ഈ ഒരു റിസോർട്ടുള്ളത്. ഉള്ള സ്ഥലത്ത് അത്യാവശ്യം മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഈ റിസോർട്ടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഏതാണ്ടൊരു 25-30 പേർക്ക് വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഒരു റിസോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗമാണിത്. ഇവിടുന്ന് നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സൗകര്യങ്ങളും അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് 2 ഫാമിലി ബെഡ്റൂമും ഒരു ഡോർമെറ്ററിയാണ്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ്, ഫാമിലി ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഹൈജീനിക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു. ഒരു ടോയ്ലറ്റും അതുപോലെ 3 പേർക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാവുന്ന ഒരു സൗകര്യമാണ് ഈ ഒരു ബെഡ്റൂമിലുള്ളത്. ഇവിടുന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ ബാൽക്കണിയിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇരുന്ന് കാറ്റ് കൊള്ളാനും കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള സൗകര്യത്തിന് നല്ലൊരു ബാൽക്കണി. നമ്മളെ പശ്ചിമഘട്ട മലനിരകളുടെയൊക്കെ കാഴ്ചകൾ നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ താമസ സൗകര്യങ്ങൾ. 2ാമത്തെ മുറി ഒരു ഫാമിലി റൂം പോലെ തന്നെയാണ്. അത് ഫസ്റ്റ് ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഏകദേശം ഇതേപോലെ തന്നെ ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെലവഴിക്കാവുന്ന തരത്തിലുള്ളൊരു റൂം തന്നെയാണിതും. അവിടെയും ഇതേപോലെ നമുക്ക് ഇതിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പ്രകൃതിയുടെയൊക്കെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ബാൽക്കണി ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ഒരു അസ്തമയ സൂര്യനൊക്കെ കണ്ട് നമുക്ക് വിശ്രമിക്കാവുന്ന രീതിയിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. പിന്നീടുള്ള അക്കോമഡേഷൻ സൗകര്യം എന്ന് പറയുന്നത് ബേസ്മെൻറ്റിലാണ് ഒരു ഡോർമെറ്ററി സൗകര്യം ഉള്ളത്. ഏതാണ്ടൊരു 20-ലധികം ആളുകളെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ ഒരു ഡോർമെറ്ററി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി നമ്മൾ പോണത് ഈ മിസ്റ്റി ബേ റിസോർട്ടിലെ പൂളുകളിലേക്കാണ്. ഇപ്പോൾ റിസോർട്ട് എന്ന് പറഞ്ഞാൽ പൂൾ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം വരുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു അടിപൊളി മിസ്റ്റി ബേ റിസോർട്ടിലുള്ളത് ഒരു അടിപൊളി ഇൻഫിനിറ്റി പൂളാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അസ്തമയ സൂര്യൻ്റെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു അസ്തമയ സൂര്യനും അതുപോലെ മഞ്ഞും കോടയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഈ മഞ്ഞ് മലകളുടെയും ഈ കോട മൂടിയ മലകളുടെ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ പൂളിൽ ഇങ്ങനെ ഒന്ന് ആർമാദിക്കാനുള്ളൊരു അനുഭവം, ഒരു എന്താ പറയുക, ഒരു ത്രില്ലൊക്കെ നൽകുന്ന രീതിയിലാണ് നമ്മുടെ ഈ മിസ്റ്റി ബേ റിസോർട്ടിലുള്ള പൂളുകൾ ഉള്ളത്. അപ്പോൾ പൂളുകൾ തന്നെയാണ് ഈ റിസോർട്ടുകളിലൊക്കെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഈ മിസ്റ്റി ബേ റിസോർട്ടിലെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പൂള് തന്നെയാണ്. ഇനി നമുക്കിനി പൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂളിനോട് ചേർന്ന് തന്നെയാണ് നമ്മളൊരു പ്ലേ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലം. അതായത് നമുക്ക് വൈകുന്നേരങ്ങളിൽ എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ പ്ലേ ഏരിയ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ്. അവിടെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ തണുപ്പുള്ള സമയങ്ങളാണെങ്കിൽ ചൂട് കായാനായിട്ടും അതുപോലെ ഒന്ന് ആ തീയൊക്കെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഫയർ പ്ലേസും കൂടി ഒരു ഫയർ പ്ലേസ് അല്ലെങ്കിൽ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയയും കൂടി ഈ ഒരു പൂളിന് മുകൾ ഭാഗത്തായിട്ടുള്ള പ്ലേ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു എന്താ പറയുക, തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് നമുക്കൊരു ദിവസം 1-2 ദിവസം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാനും അതുപോലെ കക്കാടംപൊയിൽ നായാടംപൊയിൽ പോലുള്ള നമ്മുടെ സമീപ പ്രദേശങ്ങൾ ഏറ്റവും സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ പോയി റിലാക്സ് ചെയ്യാനൊക്കെയുള്ള ഒരു സാഹചര്യവും അതുപോലെ നമുക്കൊന്ന് എൻ്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുത്തരേക്ക് കൊണ്ടുള്ള ഒരു ലൊക്കാലിറ്റിയിലും കൂടിയാണ് നമ്മുടെ ഒരു മിസ്റ്റി ബേ റിസോർട്ടുള്ളത്. റിസോർട്ടിൻ്റെ ബുക്കിംഗ് സംബന്ധമായ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.